ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. രാവിലെ കാലം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവം നമുക്കൊരവസരം തന്നല്ലോ. അത് എത്രയോ ഭാഗ്യകരമായൊരവസ്ഥയാണ്. ദാവീദ് പറയുന്ന പോലെ, ദൈവമേ, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. മറ്റ് കാര്യങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിന് മുൻപായി, ഞാൻ മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുൻപായി ഞാൻ നിൻ്റെ തിരുമുഖം അന്വേഷിക്കും എന്നുള്ള ദാവീദിൻ്റെ ദൃഢപ്രഖ്യാപനമാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതായ നിമിഷങ്ങളെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഈ അതിരാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കുന്ന നമുക്കും അതുതന്നെ ആയിരിക്കണം നമ്മുടെ ആഗ്രഹം. ദൈവമേ, നീ ആണ് എൻ്റെ ദൈവം. അധികാലത്തെ ഫസ്റ്റ് തിങ്, ആദ്യമായി ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കും. ഇന്ന് പകൽക്കാലത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, ആരുമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും അവരോട് കൂടെയുള്ളവരും അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്. കാരണം അവരുടെ ധാരണയിൽ യേശുക്രിസ്തു ഈ ലോകത്ത് ഇസ്രായേലിന് വേണ്ടി ഒരു രാജ്യം സ്ഥാപിക്കും. യഹൂദന്മാർ മശിഹായെ കാത്തിരുന്നത് പോലെ ഇവർ ചിന്തിച്ചു, കർത്താവ് ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർക്കും അവരോട് കൂടെയുള്ളവരുടെ ഒരു ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ആ രാജ്യത്ത് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും, അല്ലേ? ഞങ്ങൾക്ക് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എന്ത് ലഭിക്കും എന്നറിയുവാനായിട്ടുള്ളൊരു ജിജ്ഞാസ അവർക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പല പ്രാവശ്യം അവരോട് പറഞ്ഞതാണ്, അത് ഇപ്പോഴുള്ള അജണ്ടയിലുള്ള കാര്യമല്ല, ഇനി വരുവാനുള്ളതാണ്. എന്നിട്ടും പിന്നീടും അവർ ആ കാര്യം ചോദിക്കുകയാണ്. അവർക്ക് മനസ്സിലായി യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുവാൻ പോകുകയാണ്. എന്നാൽ അതിനു മുൻപ് ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇതിനെ ഞങ്ങളുടെ പങ്കെന്താണെന്നറിയാനുള്ള ജിജ്ഞാസയോടെ അവർ ചോദിക്കുകയാണ്. ഈ കാലത്തിലാണോ യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എങ്കിൽ ഞങ്ങൾക്കതിലൊരു പങ്കുണ്ടോ എന്നറിയുവാനായിട്ടാണ് അവരുടെ ആഗ്രഹം. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അവരോട് മറുപടി പറഞ്ഞ ഒരു മറുപടി 7-ാം വാക്യത്തിൽ കാണുകയാണ്. എന്താണ് കർത്താവ് അവരോട് പറഞ്ഞത്? അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. മലയാളത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ ഇടപെടരുത്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഇടപെടേണ്ട കാര്യമില്ല. അത് പിതാവിനുള്ളതായ ഒരു സമയമാണ്. ആ വാഗ്ദത്ത നിവൃത്തിക്കനുസരിച്ച് അത് സ്ഥാപിക്കപ്പെടും. അത് ഇപ്പോൾ നടക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തു നിർത്തിയായിരുന്നെങ്കിൽ അവർക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നു. ഇനി ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുകയുമില്ല. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യാൻ പോകുന്നു. ഇനി ഞങ്ങൾ എന്തോ ചെയ്യും എന്നുള്ള ഒരു ആശങ്കയിലേക്ക് അവർ വഴുതി വീഴുന്നതിന് മുൻപായി കർത്താവരോട് പറയുകയാണ്, എന്നാൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന, നിങ്ങളുടെ ജീവിതകാലത്ത്, നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾ ചെയ്തെടുക്കേണ്ടതായ പരമപ്രാധാന്യമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഇസ്രായേലിനെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് ഇപ്പോഴത്തെ അജണ്ടയിലുള്ള വിഷയമല്ല. അത് പിതാവിൻ്റെ സമയമനുസരിച്ച് പിതാവ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുവാനുള്ളവരല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടു. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്ന കാര്യം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട,
അയ്യോ, ഇസ്രായേലിന് ഇപ്പോഴല്ലല്ലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ റോളുകളൊന്നുമില്ല, ഇനി കർത്താവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ പ്രാധാന്യമേറിയ ഒരു വലിയൊരു ഉത്തരവാദിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് കർത്താവ് അവരോട് പറയുകയാണ്. എന്നാൽ, പ്രൈസ് ദി ലോർഡ്, ആ പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വരും. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ ഭക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അവർ ചെയ്തെടുക്കേണ്ട നിയോഗത്തിനനുസരിച്ചായി വന്നും പോയിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആത്മാവ് അവൻ്റെ മേൽ വന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലല്ല. നിങ്ങളിൽ വസിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയാണ്. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ വരും എന്നുള്ളത് നിങ്ങൾ അറിയണം. അതുകൊണ്ട് യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ നിങ്ങൾ ഇതിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഇനി ഏറ്റവും മുഖ്യമായി നടക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യെരൂശലേമിലുള്ള കാത്തിരിപ്പാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് സഭാചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ സഭയുടെ ഒരു ബിഗ് മൈൽ സ്റ്റോൺ ആണ്, ഒരു വഴിത്തിരിവാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്കൊരു ശക്തി ലഭിക്കും. നിങ്ങൾക്കൊരു ശക്തി ലഭിക്കും. ആ ശക്തി നിങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർത്താവോട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെയും അനുഭവിക്കാത്തതായ ഒരു ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. ആ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും, ഇത് മാനുഷികമായ ഒരു ശക്തിയല്ല, ഇത് അമാനുഷികമായ ദൈവികമായ ശക്തിയാണെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. അത് നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ദർശനം കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. എന്തുവരും? നിങ്ങളിലേക്ക് ഒരു ദർശനം പകരപ്പെടും. ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു കൈമാറ്റം നടക്കും. ഒരു ദർശനത്തിൻ്റെ കൈമാറ്റം നടക്കും. അങ്ങനെ കൈമാറ്റം നടക്കുമ്പോൾ നിങ്ങളുടെ മേൽ വന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഇതുവരെയും ചിന്തിക്കാത്തതും അനുഭവിക്കാത്തതുമായ ഒരു ശക്തി നിങ്ങളുടെ മേൽ വരും. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. 2, അങ്ങനെ ആ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു ദർശനത്തിന് നിങ്ങൾ ഉടമകളായി മാറും. പ്രൈസ് ദി ലോർഡ്. ആ ദർശനത്തിന് നിങ്ങൾ ഉടമകളായി മാറുമ്പോൾ നിങ്ങൾ അടുത്ത് ചെയ്യുവാൻ പോകുന്ന കാര്യം, എന്നെ രക്ഷിച്ച കർത്താവിൻ്റെ സാക്ഷികളായി നിങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് സ്വാഭാവികമായും സംഭവിക്കേണ്ടതായ ഒരു കാര്യമായിട്ടാണ് കർത്താവ് അവിടെ പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്കൊരു ദർശനത്തിൻ്റെ കൈമാറ്റം നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയണം, കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വന്നിട്ട് ഒന്ന് എന്നെ റിന്യൂ ചെയ്തിട്ട് എന്നിലേക്ക് എൻ്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു ദർശനം
എന്നിലേക്ക് നീ കൈമാറണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൈമാറുമ്പോൾ, ആ ദർശനത്താൽ നമ്മൾ പിടിക്കപ്പെടുമ്പോൾ, ആ വലിയതായ വിഷന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ, നമ്മൾ അവൻ്റെ സാക്ഷികളായി തീരും. അതിനുവേണ്ടി പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതായ കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സ്വാഭാവികമായും ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ അവൻ്റെ സാക്ഷികൾ ആകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ സംഭവിച്ചത്, അല്ലേ? പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. 2-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. 2-ാം അധ്യായത്തിൽ തന്നെ നടക്കുന്ന വളരെ ശക്തമായ ഒരു സന്ദേശം പരിശുദ്ധാത്മാവിൽ നിയോഗിതനായി പത്രോസ് പറയുകയാണ്. പത്രോസ് പോലും വിചാരിച്ചിട്ടില്ല ഈ പ്രസംഗത്തിൻ്റെ അവസാനം 3000 പേർ കർത്താവിനോട് ചേരുമെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ മേൽ വന്നപ്പോൾ, പത്രോസിൻ്റെയും കൂട്ടരുടെയും മേൽ വന്നപ്പോൾ, അവർ ഒരുമിച്ച് ആ ദർശനത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ അവർ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ നിന്ന് ആരും വ്യത്യസ്തരല്ല, ഇതിൽ നിന്നും ആരും വിമുക്തരല്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ദർശനത്തിൻ്റെ ഭാഗമായി മാറിയവരാണ്. ഈ ദർശനത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ സാക്ഷികളായേ തീരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? കർത്താവേ, ഈ ദർശനത്തിൻ്റെ ഭാഗമായി ആ പ്രിയ മിഷണറി അവിടെ ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ എൻ്റെ ഹൃദയത്തിൽ തന്ന ഭാരമെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഭാരമല്ല, ഇത് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തന്നിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആരെങ്കിലും പരിശുദ്ധാത്മാവില്ലാത്തവരും ഈ ദർശനത്തിൻ്റെ ഭാരമില്ലാത്തവരുമായ ആരെങ്കിലും ഒരാൾ മധ്യപ്രദേശിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ല. ആ ഭാരം എവിടെ നിന്ന് വന്നു? ആ ഭാരം ആ മിഷണറിയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലും വ്യാപരിക്കുന്നത് കൊണ്ട്, ആ ദർശനത്തിൻ്റെ ഭാഗമായി നമ്മളും മാറിയതുകൊണ്ട്, അദ്ദേഹവും നമ്മളും ഒരു കൂട്ടാളികളായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണെന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാരത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരികയാണ്. ഹല്ലേലൂയ. എത്രയോ മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവ് അത് പ്രവർത്തിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മറ്റു ഭൂഖണ്ഡങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എവിടെ നിന്നാണ് ഈ ഭാരം വരുന്നത്? നമ്മുടെ രക്തബന്ധമൊന്നുമല്ല അവർ, നമ്മുടെ വീട്ടുകാരൊന്നുമല്ല. അല്ലാതെ എന്നിട്ട് പോലും നമുക്ക് അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള ഭാരം എവിടെ നിന്ന് വന്നു? അത് കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നപ്പോൾ, ആ വലിയ ദർശനത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറിയപ്പോൾ, നമ്മൾ അവൻ്റെ സാക്ഷികളാകുന്ന പ്രക്രിയയിൽ നമ്മളും ഒത്തുചേരുകയാണ്. ഹല്ലേലൂയ. അതൊരു പക്ഷേ പോകലിലായിരിക്കാം, ഒരു പക്ഷേ പ്രാർത്ഥനയിലായിരിക്കാം, ഒരു പക്ഷേ സാമ്പത്തികമായ കൈത്താങ്ങൽ കൊടുക്കുന്നതിലായിരിക്കാം, ഒരു പക്ഷേ ആ വ്യക്തിയെ വിളിച്ച് എൻകറേജ് ചെയ്യുന്നതിലായിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും ഈ വലിയ ദർശനത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ അതിൻ്റെ സാക്ഷികളാകുന്ന പ്രക്രിയയിൽ നമ്മൾ ഒരു ഭാഗം വഹിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ തുടങ്ങിയിട്ടുള്ള, 2-ാം അധ്യായത്തിൽ തുടങ്ങിയിട്ടുള്ളതായ ആ വലിയ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ കാണുന്ന ഒരു ആപ്തവാക്യം ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും, എല്ലായ്പ്പോഴും, എല്ലാ ഓപ്പർച്യൂണിറ്റിയും. ഇതായിരുന്നു അവരുടെ ആപ്തവാക്യം. എവ്രിബഡി, എവ്രി ഡേ, എവ്രി ഓപ്പർച്യൂണിറ്റി. എവ്രിബഡി, എവ്രി ഡേ, എവ്രി ഓപ്പർച്യൂണിറ്റി. എല്ലാവരും, ആരും അതിൽ നിന്ന് വ്യത്യസ്തരല്ല. എല്ലാ ദിവസവും, എല്ലായ്പ്പോഴും, ഏത് അവസരവും. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആപ്തവാക്യം.
ഇതിൽ നിന്ന് നമ്മൾ ആരും വ്യത്യസ്തരല്ല. നിങ്ങൾക്കൊരു പക്ഷേ പ്രസംഗിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, പക്ഷേ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കഴിയുന്നതെങ്കിൽ അതും ഇതിൻ്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അവരെ സഹായിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ അവരെ വിളിച്ച് എൻകറേജ് ചെയ്യുവാനും ആശ്വസിപ്പിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ അവരോടൊപ്പം പോയി 2 ആഴ്ച താമസിച്ച് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന അതിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടരിക്കുന്ന വ്യക്തികളോട് യേശുവിൻ്റെ സാക്ഷികളാകുന്നതും ഇതിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. പക്ഷെ ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ശമ്പളമോ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നതിൻ്റെ പ്രോത്സാഹനമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിൽ സ്വാർത്ഥത ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഇസ്രായേലിന് ഈ സ്ഥാനത്താണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്നുള്ള ചിന്തയൊന്നും നമ്മുടെ മനസ്സിൽ വരികയില്ല. കർത്താവ് പറയുകയാണ്, അത് പിതാവിൻ്റെ സമയമാണ്, അത് പിതാവിന് വിട്ടുകൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഒരു വലിയൊരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ആ ദർശനം നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ദർശനത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറും സ്വാഭാവികമായിട്ടും മാറും. ഹല്ലേലൂയ. ശമര്യക്കാരത്തി സ്ത്രീ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൾക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്, എൻ്റെ ജീവിതത്തെ വരച്ച് കാണിച്ച മിശിഹായെ നിങ്ങൾ വന്ന് കാണണം. മോറലായി ധാർമ്മികമായി യാതൊരു വിധമായ അടിസ്ഥാനവുമില്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായി ജീവിക്കുന്ന ആ ശമര്യക്കാരത്തി സ്ത്രീക്ക് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ സാധിച്ചു. ഭീരുവായിരുന്ന പത്രോസ് ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ മുമ്പിൽ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിൻ്റെ സാക്ഷിയായി മാറുവാനുള്ള കാരണം പത്രോസിൻ്റെ തിയോളജിക്കൽ ഡിഗ്രിയോ പത്രോസിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയോ പത്രോസിൻ്റെ ഭാഷാ വൈദഗ്ധ്യമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിനെ വാളുകൊണ്ട് ഹെരോദാവ് കൊന്നു. ആ സമയത്തും യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിൻ്റെ സാക്ഷിയാകുവാൻ യാക്കോബിന് സാധിച്ചത് യാക്കോബിൻ്റെ കരവിരുതുകൊണ്ടോ ബലം കൊണ്ടോ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് യാക്കോബിൻ്റെ മേൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ നമ്മൾ കാണുന്നു. തൻ്റെ മേൽ കല്ല് വന്നു വീഴുമ്പോഴും യേശുവിൻ്റെ സാക്ഷിയായി സുസ്മേരവദനായി ആകാശത്തേക്ക് നോക്കി സ്വർഗത്തേക്ക് നോക്കി യേശുവിൻ്റെ ദർശനം കണ്ട് അവിടെ കാത്തിരുന്നതായ, അല്ലെങ്കിൽ തൻ്റെ മരണം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ശൗലിൻ്റെ അടിത്തറ ഇളക്കുമാർ യേശുവിൻ്റെ സാക്ഷിയായി മാറുവാൻ സ്തെഫാനോസിന് സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കല്ലേറ് കൊള്ളുമ്പോൾ അവൻ്റെ സാക്ഷിയാകുവാൻ സാധിക്കുമെന്ന്? സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ഒരു അമാനുഷികമായ ശക്തി സ്തെഫാനോസിൻ്റെ മേൽ ഇറങ്ങി. ആ സമയത്ത് കല്ലേറ് കൊണ്ടുള്ള വേദനയേക്കാൾ തൻ്റെ മുഖം പ്രകാശിച്ചു. അത് കണ്ടു നിന്ന ശൗലിന് പോലും അത്ഭുതമായി. ഞാൻ ഉപദ്രവിക്കുന്ന, ഞാൻ പെർസിക്യൂട്ട് ചെയ്യുന്ന ഇവരുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരെ ഉപദ്രവിച്ചതുകൊണ്ട് എന്താ കാര്യം? മനസ്സിലാവുന്നുണ്ടോ? ആ പരിശുദ്ധാത്മാവ് പൗലോസിനെയും പിടിച്ചു. അല്ലേ? സ്തെഫാനോസിൻ്റെ മരണശേഷം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ കാണുന്ന ഫിലിപ്പോസിൻ്റെ ആഗമനം സാധാരണ രീതിയിൽ ഒരു വ്യക്തിക്ക് പോലും എടുക്കുവാൻ പറ്റാത്ത തീരുമാനമാണ് ദൈവമക്കളെ. തൻ്റെ സഹോദരനെ കല്ലെറിഞ്ഞു കൊന്ന ശേഷം പിറ്റേ ആഴ്ചയിൽ, ഞാൻ അങ്ങ് മലയാളത്തിൽ പറയുന്ന ഭാഷയിൽ അങ്ങ് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്, പിറ്റേ ആഴ്ചയിൽ അവൻ്റെ സാക്ഷിയാകുവാൻ തലയിൽ ബുദ്ധിയുള്ള ആരും മുന്നോട്ട് പോകുകയില്ല. അല്ലേ? ബുദ്ധിയുള്ളവർ പറയും, ഒരു 2 വർഷം കഴിയട്ടെ, നിൻ്റെ അതേ കാറ്റഗറിയിലുള്ള സ്തെഫാനോസിനെ കൊന്നിട്ട് ശവസംസ്കാരം കഴിയുമ്പോഴേക്കും അവൻ്റെ സാക്ഷിയാകുവാൻ നിനക്ക് തലയ്ക്ക് വട്ടുണ്ടോ ഫിലിപ്പോസേ?
പക്ഷെ ഫിലിപ്പോസ് പറയും, ഇത് ഫിലിപ്പോസിന്റെ ശക്തിയാൽ ചെയ്തതല്ല, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ, ഹല്ലേലൂയ, അവൻ ഈ ദർശനത്തിന്റെ ഭാഗമായി മാറിയപ്പോൾ തൻ്റെ സഹോദരനെ കൊന്നതുകൊണ്ടൊന്നും തന്നെ പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഈ ശക്തി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് സ്തേഫാനോസിന്റെ തൻ്റെ സഹോദരനായ മരണത്തെ വകവയ്ക്കാതെ ഫിലിപ്പോസ് യേശുവിൻ്റെ സാക്ഷിയായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ചരിത്രം തീരുന്നില്ല. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഇങ്ങനെ സാക്ഷികളായി തീർന്നവരുടെ ഒരു ഘോഷയാത്ര നമ്മൾ കാണുകയാണ്. സ്തേഫാനോസിൻ്റെ ഉപദ്രവ നിമിത്തം ചിതറിപ്പോയവർ ഒളിച്ചു താമസിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ചിതറിപ്പോയവർ യേശുവിൻ്റെ സാക്ഷികളായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ? പെർസിക്യൂഷൻ നിമിത്തം, ഉപദ്രവ നിമിത്തം ചിതറിപ്പോയവർ ഒളിഞ്ഞു താമസിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ സ്വാഭാവികമായിട്ട് നടക്കേണ്ടത്? അവർ ഒളിഞ്ഞു താമസിക്കുകയല്ലായിരുന്നു, അവർ സാക്ഷികളായി മാറി. എന്തുകൊണ്ട്? അവരുടെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എൻ്റെ സാക്ഷികൾ ആകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ പറയും, അതെല്ലാം പണ്ടല്ലേ ബ്രദറെ. അല്ല, അതിനുശേഷം ആയിരക്കണക്കിന്, കോടിക്കണക്കിന് രക്തസാക്ഷികൾ ഈ സഭയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇന്നും ആളുകളായിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറയിൽ അനേകർ കർത്താവിൻ്റെ രക്തസാക്ഷികളായി മാറുന്നതിൻ്റെ കാരണം അവരുടെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതിന് മരണം വരെ പോകുവാൻ നിങ്ങൾ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ പിടിക്കപ്പെടുന്ന ദർശനം എന്ന് പറയുന്നത്, ആ ദർശനത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോടൊന്ന് പറയാം. യെരുശലേമിൽ ആരംഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം വരെ നിർത്തുവാൻ സാധിക്കാത്ത ഒരു ദർശനത്തിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അല്ലേ? യെരുശലേമിൽ വെച്ച് അവസാനിക്കുന്നതല്ല, യഹൂദിയിൽ അവസാനിക്കുന്നതല്ല, ശമരിയിൽ അവസാനിക്കുന്നതല്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് അവസാനിക്കും. അല്ലെങ്കിൽ എൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ആരുടെയും കഴിവല്ല, കാരണം നമ്മുടെ വിദ്യാഭ്യാസമല്ല, കാരണം നമ്മുടെ റിസോഴ്സസ് ഒന്നുമല്ല, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു ശക്തി ലഭിക്കും. നിങ്ങൾക്കുള്ള ശക്തി കൊണ്ട് ഇത് ചെയ്തു തീർക്കുവാൻ സാധ്യമല്ല എന്നാണ് കർത്താവോട് പറയുന്നത്. അല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണോ പറഞ്ഞത്? അല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത ഒരു ശക്തി ലഭിക്കും, ഒരു നിയോഗം ലഭിക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? നല്ലൊരു കാറ് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട്, അല്ലേ? പക്ഷെ മുന്നോട്ട് പോകുകയില്ല, കാരണം അതിൽ പെട്രോളില്ല. അല്ലേ? എത്ര മനോഹരമായ കാറാണെങ്കിലും പെട്രോളോ ഡീസലോ അടിക്കാതെ, അതിന് വേണ്ട ഇന്ധനം അടിക്കാതെ ഇത് മുന്നോട്ട് പോകുകയില്ല. ഇത് ഉന്തിക്കൊണ്ട് നടക്കുവാൻ സാധ്യമല്ല. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാറുന്തതുപോലെ ആകരുത്. കാറുന്തുന്നത് പോലെ ആകരുത്. കുറച്ച് ദൂരമൊക്കെ പോകും, പക്ഷെ അതിനുവേണ്ടിയല്ല. ഇതിൽ ഇന്ധനം വേണം. ഇന്ധനം ഒഴിക്കുമ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ മതി. കിലോമീറ്റർ കണക്കിന് സ്പീഡിൽ പോകത്തക്ക രീതിയിലുള്ള ഒരു ശക്തി ഇതിൽ ആവഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് 10 ആൾ കൂടി ഉന്തിക്കൊണ്ടുപോകാനുള്ളതല്ല. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, ഇതിൽ പെട്രോൾ അടിക്കുമ്പോൾ കത്തുന്ന ഒരു എൻജിൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് എൻജിൻ വെച്ച് കഴിഞ്ഞും ഈ പെട്രോൾ അങ്ങ് അടിക്കുമ്പോൾ ഈ ഇന്ധനത്തിൻ്റെ ശക്തി കൊണ്ട് ഈ കാറ് മുന്നോട്ട് പോകുകയാണ്. ഈ കാറിന് പിന്നീട് മുന്നിലുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. മുന്നോട്ട് തന്നെയാണ് ഇത് പോകുന്നത്.
ഡ്രൈവറുടെ ശക്തി കൊണ്ടാണോ പോകുന്നത്? ആണോ? അല്ല. ഡ്രൈവർ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ ശക്തി കൊണ്ടാണ് കാർ മുന്നോട്ട് പോകുന്നത്. അല്ല, അല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾക്കൊരു ശക്തി ലഭിക്കും. ആ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകും. ഈ കാർ എത്ര ദൂരം പോകും? ഇന്ധനം കഴിയുന്നത് വരെ പോകും, അല്ലേ? ഒരു ലിമിറ്റില്ല. 5 കിലോമീറ്റർ അല്ല, 10 കിലോമീറ്റർ അല്ല അതിൻ്റെ ലിമിറ്റ്. അതിൻ്റെ ലിമിറ്റ് ഇന്ധനം കഴിയുമ്പോൾ വണ്ടി നിൽക്കും. കാറില്ലാതെയാകുന്നില്ല. ഉണ്ടോ? കാറില്ലാതെയാകുന്നുണ്ടോ? ഇല്ല, കാർ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തതിൻ്റെ പരിധി എന്ന് പറയുന്നത് കാറിൻ്റെ മനോഹാരിതയല്ല നിശ്ചയിക്കുന്നത്, ഇന്ധനത്തിൻ്റെ അളവാണ് നിശ്ചയിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്ന ഈ ശക്തി തീരുന്ന ഇന്ധനത്തിന് തുല്യമല്ല, തീരാത്തതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അളവറ്റതായ ശക്തി ഈ ടാങ്കിനെ ഒതുക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ഫ്യൂവൽ കപ്പാസിറ്റി ഉള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ മേൽ ആവസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിൽക്കുന്നതല്ല, ഇത് മുന്നോട്ട് പോകുന്നതാണ്. ഹല്ലേലൂയ. ആയിരക്കണക്കിന് വർഷങ്ങളായി, 2025 വർഷങ്ങളായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. ഇന്ധനം, അമാനുഷികമായ ഒരു ഇന്ധനം ഇതിൽ നിറച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾക്കൊരു ശക്തി ലഭിക്കും. അങ്ങനെ നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് വലുതാക്കുമെന്നാണോ അവിടെ എഴുതിയിരിക്കുന്നത്? ആണോ? അല്ല. നിങ്ങൾ കുറച്ച് പണം സമ്പാദിക്കുമെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. നിങ്ങൾ വലിയൊരാളായിത്തീരും. നോ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാനും നീയുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ അത് മതി എൻ്റെ സാക്ഷിയാകുവാൻ. PhD ഒന്നും വേണ്ട. തിയോളജിക്കൽ ഡിഗ്രി എല്ലാം നല്ല കാര്യമാണ്, അതെല്ലാം നമുക്ക് പഠനത്തിന് ആവശ്യമായ കാര്യമാണ്. എന്നാൽ സാക്ഷിയാകുവാൻ അതൊന്നും വേണ്ട. പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ ഉപദേശിക്കുവാനും മറ്റ് ഡിസൈപ്പിൾഷിപ്പിലൊക്കെ അത് ആവശ്യമാണ്. എന്നാൽ സാക്ഷിയാകുവാൻ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് പറയുവാൻ നിങ്ങൾക്ക് യാതൊരു ക്വാളിഫിക്കേഷൻ്റെയും ആവശ്യമില്ല. എന്തോ മതി? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ വരും. നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ദർശനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറും. ഓ പ്രൈസ് ദി ലോർഡ്. യെരുശലേമിൻ്റെ പുറം കാണാത്തതായ നിങ്ങൾ ഭൂമിടറ്റത്തോളം പോകുവാനുള്ള ഒരാത്മഭാരം നിങ്ങളിൽ കടന്നു വരും. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മഭാരം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അവൻ്റെ സാക്ഷികളായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ദൈവരാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതിനേക്കാൾ വലിയ ഒരു അജണ്ട, ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഇത് പറഞ്ഞ ശേഷം, ഏത് പറഞ്ഞ ശേഷം? ഈ നിയോഗം അവർക്ക് കൈമാറിയ ശേഷം, ഇത് പറഞ്ഞ ശേഷം 9-ാമത്തെ വാക്യം, അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഇവരാകെ പേടിച്ചുപോയി. പരിശുദ്ധാത്മ വന്നിട്ടില്ല, യേശു പോയി. അടുത്ത് എന്ത് സംഭവിച്ചു? അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ്. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ശ്രദ്ധിക്കണമേ, ഈ വലിയൊരു നിയോഗം കൈമാറിയ ശേഷം അവസാനത്തെ വാക്കെന്നോണം അവരോട് പറഞ്ഞിട്ട് കർത്താവ് അവരെ വിട്ടുപോയി. ഇവർ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് എന്ത്
ഉടനെ 2 ദൂതന്മാർ അവർക്ക് വേണ്ടി പ്രത്യക്ഷനായി. 11-ാമത്തെ വാക്യം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? വായ്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ മറ്റൊരു യേശുവിനെയല്ല, ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ, ആ വാക്യം ഒന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ വലിയ ഒരു നിയോഗം അവരെ ഏൽപ്പിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഞാനിതാ വരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ തലമുറയിലും ഈ വാക്തത്വം വളരെ 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 ഗൗരവമേറിയതാണ്. എല്ലാ തലമുറയും എങ്ങനെ ജീവിക്കണം? ശ്രദ്ധിച്ചേ, എല്ലാ തലമുറയും എങ്ങനെ ജീവിക്കണം? ഞങ്ങളുടെ തലമുറയിൽ തന്നെ കർത്താവ് വീണ്ടും വരും എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കാളിയാകേണ്ടത്. മനസ്സിലായോ? എല്ലാ തലമുറയിലും നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല, അടുത്ത 5 തലമുറ ചെയ്തോളും എന്നുള്ള ചിന്താഗതിയിലല്ല ഈ നിയോഗത്തിൻ്റെ ഭാഗമാകേണ്ടത്. ഇപ്പം വരും. ആ ഒരു അർജൻസിയാണ് അവരിൽ നമ്മൾ കണ്ടത്. അവർ ചിന്തിച്ചു, കർത്താവ് ഇപ്പോൾ വരികയാണ്, അതുകൊണ്ട് ഇനി സമയമില്ല. അവരുടെ തലമുറയിൽ കർത്താവ് വരും എന്നാണ് അവർ ചിന്തിച്ചത്. അല്ലേ പൗലോസ് പറഞ്ഞു, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ രൂപാന്തരപ്പെടുമെന്നൊക്കെ പൗലോസ് പറയാൻ കാരണം അവർ ചിന്തിച്ചു, ഇപ്പോൾ വരും. അപ്പോൾ അവരുടെ ചിന്ത എന്താണ്? അയ്യോ, ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം ഇനി എപ്പോൾ ചെയ്തു തീർക്കും? അതുകൊണ്ട് വിശ്രമമില്ലാതെ അവരോടി. കാരണം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അയ്യോ ഇന്ന് മുന്നോട്ട് പോയി വീട്ടിലോട്ട് വരുമ്പോഴേക്കും കർത്താവ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചിന്താഗതിയും അങ്ങനെ ആയിരിക്കണം. എൻ്റെ തലമുറയിൽ കർത്താവ് വരും. അങ്ങനെ എല്ലാ തലമുറയും ചിന്തിച്ചത് കൊണ്ടാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം മുന്നോട്ട് പോയത്. അല്ല, എൻ്റെ തലമുറയിലൊന്നും വരത്തില്ല, ഒരു 10 ജനറേഷൻ കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തലമുറയിൽ അലസരായി മാറും. നിങ്ങൾ നിയോഗം ഏറ്റെടുക്കുകയില്ല. നിങ്ങളൊരു മനുഷ്യനായി ജീവിച്ചു മരിച്ചു, മുന്നോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നുള്ള ഒരു വേഗത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന നിയോഗം വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഇനി ഞാൻ 2 കൂടെ ചേർത്ത് നിങ്ങളോടൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾക്കൊരു ശക്തി ലഭിക്കും. നിങ്ങൾ ഇതുവരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു നിയോഗത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറും. അത് ത്വരിതഗതിയിൽ നിങ്ങൾ ചെയ്യണം. കാരണം യേശുവിനെ നിങ്ങൾ ആകാശത്തിലേക്ക് പോകുന്നവനായി സ്വർഗാരോഹണം ചെയ്തതായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. നിങ്ങളുടെ തലമുറയിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ബോധ്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ ഈ നിയോഗത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറും. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിൻ്റെ പങ്കാളികളായി നമ്മൾ തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.